കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ അർജുനൻ തന്റെ രഥത്തിൽ തളർന്നിരുന്നു. ഭഗവാൻ കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നിട്ടും അർജുനന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അർജുനൻ തന്റെ മനസ്സിന്റെ ഭാരം കൃഷ്ണനോട് പങ്കുവച്ചു. കൃഷ്ണ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഈ യുദ്ധം ഞാൻ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവരെ പോലെ സമാധാനപൂർണമായൊരു ജീവിതം എനിക്കും ലഭിക്കുമായിരുന്നില്ലേ? കൃഷ്ണൻ അർജുനന് മറുപടി നൽകി. അർജുന, നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് മറ്റൊരാളുടെ ജീവിതം അനുകരിക്കുക എന്നത്. ഒരു മനുഷ്യന് യോജിച്ച വഴി മറ്റൊരാൾക്ക് ചേരണമെന്നില്ല. ഒരുവന്റെ കഴിവും ചിന്താരീതിയും കാഴ്ചപ്പാടുകളും ഉൾവിളികളും ചേർന്നതാണ് അവന്റെ ജീവിതം. അത് മനസ്സിലാക്കാതെ മറ്റൊരാളുടെ ജീവിതം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പുറമേ നിന്നും ജീവിത വിജയം ലഭിച്ചേക്കാം, പക്ഷേ മനസ്സപ്പോഴും ശൂന്യമായിരിക്കും. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട അർജുനന്റെ മനസ്സ് പതിയെ തെളിഞ്ഞു തുടങ്ങി. യുദ്ധം വീണ്ടും ആരംഭിച്ചു. ഉറച്ച മനസ്സോടെ അർജുനൻ വീണ്ടും യുദ്ധം ചെയ്യാനൊരുങ്ങി. ഇപ്പോൾ അയാളുടെ കണ്ണുകളിൽ ഭയമില്ല. സ്വന്തം കർമ്മത്തെക്കുറിച്ച് അർജുനൻ ഇപ്പോൾ പൂർണ്ണ ബോധവാനാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ലത്, ഏറ്റവും മോശമായത് എന്നൊന്നില്ല. ഒരുവന് ശരിയായ വഴി എന്നത് മാത്രമേ ഉള്ളൂ. നാം തിരഞ്ഞെടുത്ത വഴി മറ്റൊരാൾക്ക് ദ്രോഹമോ ചതിയോ ചെയ്യുന്നില്ലെങ്കിൽ ധൈര്യമായി മുന്നോട്ടു പോകാം. ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദം കണക്കിലെടുക്കാതെ നമ്മുടെ വിശ്വാസവും മനസ്സും ചിന്താരീതിയും അനുസരിച്ച് മുന്നോട്ടു പോവുക. ഫലം എന്തു തന്നെയും ആയിക്കോട്ടെ, വിജയമോ പരാജയമോ ആയിക്കോട്ടെ, ഒന്നുറപ്പാണ്, ആ വഴി നിങ്ങളെ തൃപ്തിപ്പെടുത്തും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല, ആത്മസംതൃപ്തിയാണ് ഏറ്റവും വലുത്.